ഇതെന്താടാ ഇന്നൊന്നും വിറ്റില്ലേ? എന്ന് വെച്ചാൽ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചേച്ചി പത്രത്തില്? ഇന്ന് മൊത്തം ഒരു തണുപ്പാ. എന്റെ പടച്ചമ്പുരാനെ, എന്നും ആരെങ്കിലും ഓരോരോ പെൺവാണിഭം നടത്തിയിരുന്നെങ്കിൽ. ഇതുമായിട്ട് കൊണ്ട് ചെല്ല്, നിന്റെ മൂക്ക് ചെത്ത് മാനേജർ. ചേച്ചി പ്ലീസ്, വലിയ പുള്ളിയെ കൊണ്ട് ഒന്ന് പറയിച്ചേക്കണേ. ചെല്ലട്ടെ. ഇബിനു, ഓ എപ്പോഴും ഞാൻ പറയും, ആ ബടക്ക് മാനേജറെ കാണാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ. എന്നാലും ഈ ചേച്ചി എന്താണിത്? തുറന്നു നോക്ക്. അയ്യോ ചേച്ചി, ഇത് മരക്കഴുതേ. നാളെ അല്ലടാ നിന്റെ. അയ്യോ ശരിക്കും? അതെ, ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യോ ഇടി വെട്ട്. അപ്പൊ ചേച്ചി നാളെ ഉച്ച കഴിഞ്ഞ് എന്താ സിനിമയ്ക്ക് പോണോ നിനക്ക്? പോയിട്ട് ഉമ്മാനെ കാണണം. പക്ഷേ ഒറ്റക്ക് പോണല്ലോ എന്ന് ഓർക്കുമ്പോ പേടി ചേച്ചി. കഴിഞ്ഞവണ ചെല്ലുമ്പോ വാടന്മാര് തല്ലിയത് പഴുത്തിട്ട് മേല് മുഴുവൻ ചോരയും പഴുപ്പും നാറ്റവും. എന്നെ കണ്ടപ്പോ തുടങ്ങി ചങ്ങല വലിച്ചു പൊട്ടിക്കാനൊക്കെ അഞ്ഞിട്ടുള്ള ബഹള. പിന്നൊടുക്കം ചീത്തവിളിയും കരച്ചിലും. ചിലപ്പോ തോന്നും, ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് പകരം ആരും കാണാതെ ഉമ്മാനെ കൊന്നു കളഞ്ഞാലോ. ഇബിനു, നാളെ ഞാനും വരാം നിന്റെ കൂടെ. ചേച്ചി വല്ലുവിളിയോടൊന്ന് പറഞ്ഞേക്കണേ. ഇടതു കക്ഷം ഒരു പുനർചിന്തനം. ഇടതു കക്ഷം. പാ വേണ്ടടുത്ത് കാ വേണ്ടടുത്ത് കൂ. ഇക്കണക്കിന് താനൊക്കെ കുഞ്ഞിക്കണ്ണൻ കമ്പോസ് ചെയ്ത് എന്താ ഓടോ ആശ്ലീലം മരമൈത്താണ്ടികള്. ശേഖരൻ. ആരാടാ അവിടെ? എടാ ആരാണ് ചോദിച്ചേ? നിന്നെ ഞാൻ. ആരാടാ അവിടെ? ആരാന്ന്? ആഹാ, ഈ ദേവു അല്ലാതെ വേറെ ആരാ മാഷ ഇവിടെ? എന്താടാ? പൊക്കോ. അതെ, അവിടെ നിക്ക. പല തവണയായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു, പെൺകുട്ടികൾ ഇങ്ങനെ ചൂളം കുത്താൻ പാടില്ല. കുട്ടിയെ, ഇതൊരു പത്രമാഫീസാണ്. അതെ, ഇവിടെ ആരോടും ബഹുമാനം ഇല്ലാച്ചാ വേണ്ട. പക്ഷെ ഒക്കേറ്റിനും സാക്ഷിയായിട്ട് തലയ്ക്ക് മുകളിൽ ദാ ഒരാളിരിപ്പുണ്ട്. അതെങ്കിലും വേണം ഒരു വിചാരം. മാഷ് ഇതൊന്ന് വായിച്ചേ. എന്താ? എന്തിനാ വായിക്കും മാഷേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ടെന്ന്. എന്തോന്ന് സ്വാതന്ത്ര്യം? ചൂളമടിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ, മാഷിനെ പോലുള്ള മൂരാഴ്ചകള് നിത്യം ഇതിങ്ങനെ ഒരു 100 ആവർത്തി വായിച്ചാ മതി, ഒക്കെ ഭേദാവും. എന്തോന്ന് ഭേദാവും? സൂക്കേട്. ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക്? അത് ഭേദാവുന്ന്. കഷ്ടം, മഹാപാപം. പെൺകുട്ടികളെ കണ്ടാൽ ദുർവിചാരോ? എനിക്കോ? എന്റെ കൃഷ്ണ, അമ്പാടിക്കണ്ണ. ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ. ചുമ്മാതല്ല മാഷ്ക്ക് ആ തിരുമാരിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാധീനങ്ങൾ തോന്നണേ. അതെ മാഷേ, നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമരാമാന്ന് ജപിച്ച് പഠിക്കണം, എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂ. എന്തായാലും ശരി, മേലിൽ നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രമാഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. അല്ലാതെ പുറത്തിറങ്ങി പോലീസിനോടും പട്ടാളത്തിനോടും ഒന്നും വേണ്ട, കേട്ടല്ലോ. നല്ല ഉപദേശം. അല്ല, നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണിയെന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങള്. നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുകൂടെ നിയമം പഠിച്ചോണ്ട് വരണം. ഇടതുപക്ഷം പുനർചിന്തനം, ആഭ്യന്തരമന്ത്രിക്ക് അവിഹിത താല്പര്യം. ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ മട്ടുണ്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഈയിടെയായിട്ട് ഒരു ഇത്തിരി യെല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖർജിയുടെ ജാഗ്രതയില്. ഇല്ലേ മാഷേ? വേണ്ട, ഒന്നും മിണ്ടല്ല. കുട്ടി ഒന്നവിടെ നിന്നേ. ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു ഭഗവാനെ. അല്ല, മാധവേട്ടൻ കുട്ടിയെ? ഇല്ലില്ല, മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല. ഇപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളു ഞാൻ. അല്ല, അത് ഞാൻ. അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയണം. അങ്ങോട്ട് മാറിക്കേ.
അകത്ത് ഏതാണ്ട് ചർച്ച നടക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര പെഗ്ഗായി കാണും ചർച്ച? മോളെ അവിടെ നിൽക്ക്. അങ്ങോട്ട് മാറാൻ പറയുന്നത് പറഞ്ഞപ്പോ. കേൾക്ക് മോളെ, പറയുന്നത് കേൾക്ക്. എന്താ അവിടെ ഒരു ബഹളം? മോളെ, കുഞ്ഞുമ്മ പറയുന്നത് കേൾക്ക് ഇപ്പം. അത് ഞാൻ കുഞ്ചൂസ്. പറഞ്ഞില്ലേ മോളാ, പക്ഷെ ഇടയ്ക്ക് വിളങ്ങ് മറന്നുപോകും ഇതൊരു പത്രം ഓഫീസാന്ന്. അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചാരണ്ട. ഇവൾക്കിത് പത്രം ഓഫീസും അല്ല വീടുമല്ല. ഇതിങ്ങനെ മുട്ടയെ നീന്തുന്ന പ്രായത്തിലേ പത്രം ഓഫീസിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ. പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും വഷളാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ. അല്ലാണ്ട് കുട്ടിയുടെ ദോഷമല്ല അല്ലേ മോളെ? ശരിടാ, നേരം കൊണ്ട് വാ. പറഞ്ഞത് ഓർമ്മ വേണം. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും. ചെല്ല്. ഏയ് വാ. ഛെ, പാവാടയുടെ മണം. എന്തിന്റെ? പാവാട റമ്മിന്റെ മണന്ന്. എന്നിട്ട് എവിടെയായിരുന്നു ഇന്നിന്റെ ചുറ്റിസഞ്ചാരം പകല് മുഴുവൻ? പ്രസ് ക്ലബ്, ലൈബ്രറി, റുട്ടീൻ. ആ ദാ പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോച്ച് നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ, ഒരു മാലാഖ. മാലാഖേ? ആ മാലാഖ. എന്താണ് ആരെ? ഒന്നുമില്ല. എന്നിട്ട് അവര്? അവരുമായിട്ട് അഭിമുഖം. ശരിക്കും an exposing one. തുടക്കത്തിന് ഷീ വാസ് നൈസ്. പക്ഷെ ഒടുക്കം ഇപ്പൊ സർക്കാർ ചെലവില് ഇരിക്കാൻ ഒരു സിംഹാസനവും പിന്നെ ചുറ്റിയടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാറും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലി ആയി പോയില്ലേ എന്ന് രണ്ടും കൽപ്പിച്ചൊരു ഒറ്റ ചോദ്യം. മോന്ത നോക്കിയാണ് പറ്റിച്ച് തന്നില്ലാന്നേ ഉള്ളൂ. ബട്ട് ഷീ ത്രൂ മീ ഔട്ട് ലിറ്ററലി. പത്രാധിപരൊന്ന് വന്ന് കാണണായിരുന്നു. മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചുമന്നിട്ട് നല്ല ശരിക്കും വട്ടിളകി അമ്മയ്ക്ക്. that is she, a celebrated writer but a committed hypocrite. സൂക്ഷിച്ചോണം. Indian Airlines announces the arrival of IC434 from Mumbai. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. ചേട്ടാ വാങ്ങാൻ ജനങ്ങളുടെ പത്രം. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങളുടെ പത്രം. Passengers bound to Delhi by IC539 for security check. Thank you. Indian Airlines announces the arrival of IC434 from Mumbai. ഓ, അയാൾ അതിനിടയിൽ എടോ പന്നാലാൽ എയർപോർട്ട് എത്തി. Passengers വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത, ജനങ്ങളുടെ പത്രം വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം വായിക്കാം. കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ആർക്കും വായിക്കാം. ജാഗ്രത, ജനങ്ങളുടെ പത്രം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടപരമോ കൊലപാതകമോ? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. വരുന്നു. ജാഗ്രത വരുന്നു. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം. വാങ്ങണം സാർ. ഏതാടാ പത്രം? ജാഗ്രത സാർ. കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടപരമോ അതോ കൊലപാതകമോ? വായിക്കാം. അപകടപരമോ അതോ? വേണ്ട സാർ. ഇന്നാടാ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക്, ശേഖരന്. എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ.